Guys, welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നൊരു സൺഡേ അല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്ത് വരാമെന്ന്. ഇന്നലെ തന്നെ നമ്മൾ നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ ബീച്ചിലോട്ട് വന്നേക്കാണ്. ഞങ്ങൾ വെറുതെ ഔട്ടിങ്ങിന് പോലെ വന്നാട്ട് ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്ത് പോകണ്ട ഒക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ കണ്ടതാട്ടോ കുറച്ച് ചേട്ടന്മാർ ഇങ്ങനെ വലയിടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമുക്കത് കാണാം. വലിയ ആൾക്കാരെ ഇത് കാരണം നമ്മൾ അവിടെ കുറെ പേര് ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ കണ്ടുവിട്ട് അതും കൂടി നമുക്ക് കാണാം. നമ്മളിനി ഇവിടെ കുറച്ചേരം നിന്നതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകും. അവിടെ എത്തിയിട്ട് കാണാട്ടോ. നേരായിട്ട് ആ ചേട്ടന്മാര് വലയിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ തിര കണ്ടോ? ഇന്നത്തെ തിരക്കൊരു പ്രത്യേകത ഉണ്ട്. അകലേന്നല്ല തിര, അടുത്തുനിന്ന് തന്നെ തിര ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് ഇട്ട് കഴിഞ്ഞാൽ വല വലിക്കുമ്പോൾ ആ മീനൊക്കെ ഇങ്ങനെ പോവില്ലേ, അത് കാരണം അവര് വല ഇട്ടിട്ടില്ല. അവരിങ്ങനെ വലയിടാൻ വേണ്ടി നാലാള് ഇങ്ങനെ വരിയിൽ ഇങ്ങനെ 4-5 ആൾ ഇങ്ങനെ നിൽക്കുക. വേറെ വേറെ സ്ഥലത്ത് നിൽക്കണമെന്ന് വെച്ചാൽ അവർ ഒരേ പൊസിഷൻ നോക്കിയിട്ട് നിൽക്കണ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ കടൽ കാണാൻ എപ്പോഴും കാണാൻ ഒരു ഇതല്ലല്ലോ ഇത് വലയിടുന്നത്. നമ്മൾ കഴിക്കുന്ന മീൻ അവരെത്ര കഷ്ടപ്പെട്ടിട്ട് പിടിക്കണേന്നുള്ളത്. ഞാൻ എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കടലമ്മ പൊട്ടിന്നൂടെ ഇത് വെച്ച് കഴിഞ്ഞാൽ കടലൊന്നും വായിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇറങ്ങി അവിടെ വേറൊരാളും കൂടി എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എഴുതി വെച്ചിട്ട് ഇനി മാറ്റി നോക്കാം. അങ്ങനെ ഞാൻ അതുപോലെ എഴുതി വെച്ചിട്ട് ഇനി എന്താവും നമുക്ക് നോക്കാം. ചെരുപ്പാണിടത്തെ കാണാം, ഭംഗിയായിട്ട് കാണാം. അതിന് വ്യത്യസ്തമായ ഓളം ഉണ്ടാവും. ഈ ഓളങ്ങളിൽ മീൻ പോകുന്ന ഒരു ഓളം തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് സുഖമായിട്ട് പിടിക്കുവാൻ എറിഞ്ഞ് പിടിക്കുന്നത്.